വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. ആ സമയം മോശയും ഇസ്രായേലരും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കർത്താവിനായി ഈ ഗാനം ആലപിച്ചു. കർത്താവിനായി ഞാൻ പാടും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിൽ എറിഞ്ഞു. എൻ്റെ ശക്തിയും ഗാനവും കർത്തനാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ പുകഴ്ത്തും. കർത്താവ് യോദ്ധാവാകുന്നു. കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിൽ എറിഞ്ഞു. അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സേനാനായകർ ചെങ്കടലിൽ ആഴ്ന്നു. ആഴങ്ങൾ അവരെ മൂടി. അവർ കല്ലുപോലെ അഗാധങ്ങളിലേക്ക് താണു. കർത്താവെ, അങ്ങയുടെ വലത്തുകൈ ശക്തി പൂണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലത്തുകൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. അങ്ങയുടെ ഔന്നത്യത്തിന്റെ ശ്രേഷ്ഠതയാൽ അങ്ങ് പ്രതിയോഗികളെ നിലം പരിചാക്കുന്നു. അങ്ങയുടെ കോപാഗ്നി അങ്ങ് അയക്കുന്നു, അത് അവരെ കച്ചി പോലെ വിഴുങ്ങുന്നു. അങ്ങയുടെ നിശ്വാസത്താൽ ജലം ഉയർന്നു പൊങ്ങി, പ്രവാഹങ്ങൾ അണകെട്ടുപോലെ നിലയുറപ്പിച്ചു. കടലിന്റെ അന്തരാളത്തിൽ ആഴങ്ങൾ ഘനീഭവിച്ചു. ശത്രു പറഞ്ഞു, ഞാൻ പിന്തുടരും, മുന്നേറും, കൊള്ളവസ്തു പങ്കുവെക്കും. എൻ്റെ അഭിലാഷം അവരെ കവിഞ്ഞൊഴുകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കരം അവരെ സ്വന്തമാക്കും. അങ്ങയുടെ കാറ്റുകൊണ്ട് അങ്ങ് വീശി, കടൽ അവരെ മൂടി. ആഴക്കയത്തിൽ ഈയം പോലെ അവർ ആണ്ടു. കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? വിശുദ്ധിയിൽ പ്രശോഭിതനും സ്തുതികളിൽ ഭീതിതനും വിസ്മയം പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലത്തുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ഈ ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങേ വിശുദ്ധിയുടെ വസതിയിലേക്ക് അങ്ങേ ശക്തിയാൽ അങ്ങ് ആനയിച്ചു. ജനങ്ങൾ അത് കേട്ട് വിറകൊണ്ടു. ഫിലിസ്തീൻ നിവാസികളെ ആകുലത ഗ്രസിച്ചു. ഏതും പ്രഭുക്കന്മാർ തീർത്തും പരിഭ്രാന്തരായി. മൊവാബിന്റെ ശക്തന്മാരെ വിറയിൽ ഗ്രസിച്ചു. കാനാൻ നിവാസികളാകെ ഉരുകിപ്പോയി. ഭീതിയും പരിഭ്രാന്തിയും അവരുടെ മേൽ നിബദിച്ചു. അങ്ങയുടെ ഭുജവലുപ്പത്താൽ അവർ ശിലാതുല്യം നിശ്ചലരായി. കർത്താവെ, അങ്ങയുടെ ജനം കടന്നു പോകുന്നത് വരെ, അങ്ങ് വിലയ്ക്ക് വാങ്ങിയ ഈ ജനം കടന്നു പോകുന്നത് വരെ, കർത്താവെ, അങ്ങയുടെ അവകാശമായ മലയിൽ അങ്ങ് അവരെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും. അങ്ങേക്ക് വസിക്കാനായി അങ്ങ് ഒരു മാളിക നിർമ്മിക്കും. എൻ്റെ നാഥ, അങ്ങയുടെ കരങ്ങൾ ഒരു വിശുദ്ധ നിവാസം സ്ഥാപിക്കും. കർത്താവ് എപ്പോഴും എന്നേക്കും രാജാവായിരിക്കും. തേരോടും കുതിര പടയാളികളോടുമൊപ്പം ഫറവോയുടെ കുതിര കടലിനെത്തിയപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു. ഇസ്രായേലരാകട്ടെ കടലിന് നടുവേ ഉണങ്ങിയ നിലത്ത് നടന്നു. അപ്പോൾ അഹ്റോന്റെ സഹോദരിയായ മിരിയാം പ്രവാചിക തന്റെ കയ്യിൽ തപ്പെടുത്തു. അവളുടെ പിന്നാലെ തപ്പുകളോടെയും നൃത്തങ്ങളോടെയും സ്ത്രീകൾ എല്ലാവരും പുറപ്പെട്ടു. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു, കർത്താവിനായി നിങ്ങൾ പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിൽ എറിഞ്ഞു. ചെങ്കടലിൽ നിന്ന് മോശ ഇസ്രായേൽക്കാരെ മുമ്പോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. മരുഭൂമിയിൽ 3 ദിവസം നടന്നിട്ടും അവർ വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറായിൽ വന്നെത്തി. മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നതിനാൽ അവർക്ക് അത് കുടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അതിനെ മാറ എന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവൻ കർത്താവിനോട് നിലവിളിച്ചു. കർത്താവ് അവനെ ഒരു മരം ചൂണ്ടിക്കാണിച്ചു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടുന്ന് അവന് വേണ്ടി ഒരു ചട്ടവും ന്യായപ്രമാണവും അവിടെ വെച്ച് വ്യവസ്ഥ ചെയ്തു. അവിടെ അവിടുന്ന് അവനെ പരിശീലിപ്പിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം കേൾക്കുകയും അവിടുത്തെ ദൃഷ്ടികളിൽ നേരായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കുകയും അവിടുത്തെ ചട്ടങ്ങളെല്ലാം കാത്തുപാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ ഞാൻ വരുത്തിയ വ്യാധിയൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. എന്തെന്നാൽ നിന്നെ സുഖപ്പെടുത്തുന്ന ഞാനാണ് കർത്താവ്. പിന്നീട് അവർ ഏലിമിലേക്ക് വന്നെത്തി. അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ ജലാശയത്തിങ്കൽ അവർ പാളയമടിച്ചു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം. ഏലിമിൽ നിന്ന് നീങ്ങിയ ഇസ്രായേലിലെ സമൂഹം മുഴുവൻ ഈജിപ്ത് നാട്ടിൽ നിന്ന് തങ്ങൾ പുറപ്പെട്ടതിന്റെ 2-ാം മാസം 15-ാം തീയതി ഏലിമിനും സീനായിക്കും ഇടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി.
മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു. ഇസ്രായേലർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം ഭക്ഷിക്കവേ കർത്താവിന്റെ കരത്താൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ. എന്തെന്നാൽ ഞങ്ങളുടെ ഈ കൂട്ടം മുഴുവനെയും പട്ടിണി കൊണ്ട് കൊല്ലാനാണ് ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം ഭക്ഷിക്കും. ജനം പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കുമുള്ളത് അതത് ദിവസം അവർ ശേഖരിക്കട്ടെ. അങ്ങനെ ഞാൻ അവർ എൻ്റെ നിയമത്തിൽ വ്യാപരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കും. 6-ാം ദിവസമാകട്ടെ അവർ കൊണ്ടുവരുന്നത് തയ്യാറാക്കുമ്പോൾ അത് ദിനം പ്രതി അവർ ശേഖരിക്കുന്നതിന്റെ 2 മടങ്ങാകും. മോശയും അഹ്റോനും എല്ലാ ഇസ്രായേലരോടുമായി പറഞ്ഞു, കർത്താവാണ് ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതെന്ന് സന്ധ്യയ്ക്ക് നിങ്ങൾ അറിയും. പ്രഭാതത്തിലാകട്ടെ കർത്താവിനെതിരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പുകൾ അവിടുന്ന് കേട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. നിങ്ങൾ ഞങ്ങൾക്കെതിരെ പിറുപിറുക്കാൻ മാത്രം ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, അവിടത്തേക്കെതിരെ നിങ്ങൾ നടത്തിയ പിറുപിറുപ്പുകൾ കർത്താവ് കേൾക്കുന്നതിലും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരുന്നതിലും ഞങ്ങൾ ആരാണ്? ഞങ്ങൾക്കെതിരെയല്ല നിങ്ങളുടെ പിറുപിറുപ്പുകൾ, മറിച്ച് കർത്താവിനെതിരെയാണ്. അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹം മുഴുവനോടുമായി പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. എന്തെന്നാൽ അവിടുന്ന് നിങ്ങളുടെ പിറുപിറുപ്പുകൾ കേട്ടിരിക്കുന്നു. അഹ്റോൻ ഇസ്രായേൽ സമൂഹം മുഴുവനോടും സംസാരിക്കവേ അവർ മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു. അപ്പോൾ അതാ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷമായി. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേലിയുടെ പിറുപിറുപ്പുകൾ ഞാൻ കേട്ടു. നീ അവരോട് ഇപ്രകാരം സംസാരിക്കുക, സായം സന്ധ്യയ്ക്ക് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ നിങ്ങൾ അപ്പം കൊണ്ട് തൃപ്തി അടയും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷിക്കൂട്ടം ഉയർന്ന് പാളയം മൂടി. പ്രഭാതത്തിലാകട്ടെ പാളയത്തിന് ചുറ്റും ഹിമവിരിപ്പുണ്ടായിരുന്നു. ഹിമവിരിപ്പ് ഉയർന്നപ്പോൾ ഇതാ മരുഭൂമിയുടെ ഉപരിതലത്തിൽ നേർത്ത ഒരു ചതുമ്പൽ വസ്തു, ഭൂമിയിലെ മഞ്ഞുപോലെ നേർത്ത ഒന്ന്. ഇത് കണ്ടിട്ട് ഇസ്രായേലർ പരസ്പരം ചോദിച്ചു, മൻഹു, കാരണം അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, അതാണ് കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പം. കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ്, അത് ഭക്ഷിക്കാനുള്ള ഓരോരുത്തന്റെയും ആവശ്യമനുസരിച്ച് നിങ്ങൾ അതിൽ നിന്ന് ശേഖരിക്കുവിൻ. ഒരുവന്റെ കൂടാരത്തിലുള്ള നിങ്ങളുടെ ആളുകളുടെ തലയെണ്ണം അനുസരിച്ചുള്ള ഓമർ നിങ്ങൾക്കെടുക്കാം. ഇസ്രായേലർ അപ്രകാരം ചെയ്തു. കൂടുതൽ വേണ്ടവനും കുറച്ച് വേണ്ടവനും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അവർ അളന്നപ്പോൾ കൂടുതലുള്ളവന് ബാക്കി വെക്കേണ്ടി വന്നില്ല, കുറവുള്ളവന് തികയാതെയും വന്നില്ല. അത് ഭക്ഷിക്കാനുള്ള ഓരോരുത്തന്റെയും ആവശ്യമനുസരിച്ച് അവർ ശേഖരിച്ചു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ മോശയെ ശ്രവിക്കാതെ ആളുകൾ അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിച്ചു. അത് പുഴുക്കൾ നിറഞ്ഞ് ദുർഗന്ധം വമിച്ചു. മോശ അവരോട് കോപിച്ചു. ഓരോരുത്തന്റെയും ഭക്ഷണാവശ്യമനുസരിച്ച് പ്രഭാതം തോറും അവർ അത് ശേഖരിച്ചു. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോയിരുന്നു. 6-ാം ദിവസം ഓരോരുത്തർക്കും വേണ്ടി 2 മടങ്ങ് ഭക്ഷണം, അതായത് ഓമറിന്റെ ഇരട്ടി അവർ ശേഖരിക്കുന്നത് സമൂഹ നേതാക്കളെല്ലാം വന്ന് മോശയോട് വിവരിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, നാളെ സാബത്താണ്. കർത്താവിനുള്ള വിശുദ്ധ സാബത്ത്. നിങ്ങൾ ചുടാനുള്ളത് ചുടുവിൻ, വേവിക്കാനുള്ളത് വേവിക്കുവിൻ. അധികം വരുന്നത് മുഴുവൻ നിങ്ങൾക്കായി പ്രഭാതത്തിലേക്ക് കരുതലായി മാറ്റിവെക്കുവിൻ. മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. അത് ദുർഗന്ധം വമിച്ചില്ല, അതിൽ പുഴു ഉണ്ടായതുമില്ല. മോശ പറഞ്ഞു, ഇന്ന് നിങ്ങൾ അത് ഭക്ഷിച്ചു കൊള്ളുവിൻ, കാരണം ഇന്ന് കർത്താവിനുള്ള സാബത്താണ്. ഇന്ന് പുറത്ത് നിങ്ങൾ അത് കണ്ടെത്തുകയില്ല. 6 ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം. 7-ാം ദിനത്തിൽ സാബത്തിൽ അതുണ്ടായിരിക്കുകയില്ല. 7-ാം ദിവസം ജനത്തിൽ നിന്ന് ചിലർ അത് ശേഖരിക്കാനായി പുറത്തിറങ്ങിയെങ്കിലും കണ്ടെത്തിയില്ല. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാൻ നിങ്ങൾ വിസമ്മതിക്കും? കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നൽകിയിരിക്കുന്നുവെന്ന് കാണുവിൻ. അതുകൊണ്ടാണ് 6-ാം ദിവസം അവിടുന്ന് നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം തരുന്നത്. 7-ാം ദിവസം നിങ്ങൾ ഓരോരുത്തരും സ്വസ്ഥാനത്ത് തന്നെ കഴിയുവിൻ. ആരും തന്റെ സ്ഥലത്തു നിന്ന് പുറത്തു പോകരുത്. അങ്ങനെ 7-ാം ദിവസം ജനം വിശ്രമിച്ചു. ഇസ്രായേൽ ഭവനം അതിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്താമ്പലരി പോലെയായിരുന്നു, വെളുത്തതായിരുന്നു.
അതിന്റെ രുചിയും തേൻ ചേർത്ത അടയുടേതുപോലെയായിരുന്നു. മോശ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ തലമുറകൾക്ക് സൂക്ഷ്യത്തിനായി നീ അതിൽ നിന്ന് ഒരു ഓമർ നിറയ്ക്കുക. ഇത് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങളെ ഊട്ടിയ ഭക്ഷണം അവർ കാണേണ്ടതിനാണ്. മോശ അഹ്റോനോട് പറഞ്ഞു, ഒരു പാത്രമെടുത്ത് ഒരു ഓമർ നിറയെ മന്ന അതിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ തലമുറകൾക്ക് സൂക്ഷിക്കാനായി നീ അത് കർത്തൃസന്നിധിയിൽ നീക്കിവെക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സാക്ഷ്യഫലകത്തിന് മുമ്പിൽ സൂക്ഷിക്കാനായി അഹ്റോൻ അത് കരുതി വെച്ചു. ഇസ്രായേലർ വാസയോഗ്യമായ ഭൂമിയിൽ എത്തും വരെ 40 വർഷം മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശ അതിർത്തിയിൽ എത്തും വരെ മന്ന തന്നെയാണ് അവർ ഭക്ഷിച്ചിരുന്നത്. ഓമർ എന്നത് എഫായുടെ 10 47 സങ്കീർത്തനം. സകല ജനങ്ങളെ കരഘോഷം മുഴക്കുവിൻ, ഹർഷാരവത്താൽ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഭീതിതനായ അത്യുന്നതനാണ്. അവിടുന്ന് ഭൂമി മുഴുവന്റെയും മേൽ മഹാരാജാവാണ്. അവിടുന്ന് ജനതകളെ നമുക്ക് കീഴിലും ജനപദങ്ങളെ നമ്മുടെ കാൽക്കീഴിലും ആക്കുന്നു. അവിടുന്ന് നമ്മുടെ അവകാശം, താൻ സ്നേഹിക്കുന്ന യാക്കോബിന്റെ അഭിമാനം നമുക്കായി തെരഞ്ഞെടുത്തു. ദൈവം ജയഘോഷത്തോടെ, കർത്താവ് കാഹളനാദത്തോടെ ആരോഹണം ചെയ്തു. പാടിപ്പുകഴ്ത്തുവിൻ, ദൈവത്തെ നിങ്ങൾ പാടിപ്പുകഴ്ത്തുവിൻ. കീർത്തനം ആലപിക്കുവിൻ, നമ്മുടെ രാജാവിന് കീർത്തനം ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാകയാൽ നിങ്ങൾ സമുചിത ഗീതം ആലപിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. ദൈവം തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അബ്രാഹത്തിന്റെ ദൈവത്തിന്റെ ജനമായി ജനനേതാക്കന്മാർ സമ്മേളിക്കുന്നു. ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിൻ്റെതാണല്ലോ, അവിടുന്ന് മഹോന്നതനാണ്. 48 സങ്കീർത്തനം. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാണ്. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിലാണ് അവിടുത്തെ വിശുദ്ധഗിരി. ഉയർന്ന് മനോഹരമായ അത് ഭൂമി മുഴുവന്റെയും ആനന്ദമാണ്. ഉത്തരോപാദത്തിലെ സിയോൻ മല മഹാരാജാവിന്റെ നഗരമാണ്. അതിന്റെ സൗധങ്ങളിൽ ദൈവം കോട്ടയായി അറിയപ്പെടുന്നു. അതിനാൽ ഇതാ രാജാക്കന്മാർ സമ്മേളിച്ച് ഒരുമിച്ച് മുന്നേറി. അവർ കണ്ടപാടെ ഭയവിവശരായി, പരിഭ്രാന്തരായി പിന്തിരിഞ്ഞോടുകയും ചെയ്തു. അവിടെ ഭീതി അവരെ ഗ്രസിച്ചു, പ്രസവിക്കുന്നവളുടേതുപോലുള്ള വേദന. കിഴക്കൻ കാറ്റിനാൽ അങ്ങ് താർഷീഷ് കപ്പലുകളെ തകർത്തു. നാം കേട്ടിരുന്നത് പോലെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നഗരത്തിൽ നാം കണ്ടു, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ തന്നെ. ദൈവം അതിനെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ആലയത്തിനുള്ളിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ദൈവമേ, അങ്ങയുടെ നാമം പോലെ തന്നെ അങ്ങയുടെ സ്തുതിയും ഭൂമിയുടെ അതിരുകളോളമാണ്. അങ്ങയുടെ വലങ്കൈ നീതി നിറഞ്ഞതാണ്. അങ്ങയുടെ ന്യായവിധികൾ മൂലം സിയോൻ മല സന്തോഷിക്കട്ടെ. യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. സിയോന് വലം വയ്ക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ, അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ. വരും തലമുറയോട് വിവരിക്കേണ്ടതിന് അതിന്റെ കൊത്തളങ്ങളിൽ മനസ്സിരുത്തുവിൻ. അതിന്റെ സൗധങ്ങൾ നടന്നു കാണുവിൻ. തീർച്ചയായും അവിടുന്നാണ് ദൈവം, എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മെ മരണം വരെയും നയിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായം 45 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമ സബക്താനി, അതായത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അടുത്തു നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ട് പറഞ്ഞു, അവൻ ഏലിയായെ വിളിക്കുന്നു. ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചവർപ്പുള്ള വീഞ്ഞിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് നമുക്ക് കാണാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ 2 കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും നിദ്ര പ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ഉത്ഥാനത്തിനു ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയവും യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മയായ മറിയവും സബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു.
വൈകുന്നേരമായപ്പോൾ അരിമത്യാക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവനും യേശുവിന് ശിക്ഷപ്പെട്ടിരുന്നു. അവൻ പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു. അത് അവന് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് കൽപ്പിച്ചു. ജോസഫ് ശരീരമെടുത്ത് വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം, അതായത് ഒരുക്കു ദിനത്തിനു ശേഷം, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുന്നു. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ ചതി ആദ്യത്തേതിനേക്കാൾ ദോഷകരമായി തീരുകയും ചെയ്യും. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ, നിങ്ങൾ പോയി ആവും വിധം ഭദ്രമാക്കുവിൻ. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരിലൂടെ കല്ലറ ഭദ്രമാക്കി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.